ടാർസൻ, മൗഗ്ലി തുടങ്ങിയ കഥാപാത്രങ്ങൾ, അതായത് മൃഗങ്ങൾ വളർത്തിയ കഥാപാത്രങ്ങൾ നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടവുമായിരുന്നു. അതിലും കൂടുതലായിട്ട് ശരിക്കും മനുഷ്യരും ഒരുപാട് മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൃഗങ്ങളെ വളർത്തുമ്പോൾ മനുഷ്യനെ പോലെ വളർത്തിയാൽ എങ്ങനെയുണ്ടാവും? മനുഷ്യനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ മനുഷ്യൻ്റെ ചെയ്തികൾ, മനുഷ്യൻ ഓരോ ദിനചര്യകൾ ചെയ്യുന്നത്, മനുഷ്യൻ്റെ ഓരോ സംസ്കാരത്തിൽ അങ്ങനെയൊക്കെ ഒരു മൃഗത്തെ വളർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാകും? അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അങ്ങനെ ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടന്നത്. അതിൻ്റെ റിസൾട്ട് വൻ പരാജയമായിരുന്നു. എന്നിരുന്നാലും അതിൻ്റെ റിസൾട്ട് വന്ന വഴികൾ നമുക്ക് ഒന്ന് നോക്കാം. പിള്ളേരുടെ മനസ്സ്, അതായത് ശിശുക്കളുടെ മനസ്സിനെ എപ്പോഴും ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു ഒന്നും എഴുതാത്ത ഒരു വെള്ള പേപ്പർ പോലെയൊക്കെ കാണാൻ സയൻറ്റിസ്റ്റുകളും അങ്ങനെ ഒരുപാട് മുതിർന്നവരും പറയുന്നുണ്ട്. അതായത് അവർ ആ സമൂഹത്തിൽ വളരുമ്പോൾ അതാത് വളരുന്ന സമൂഹത്തിൽ നിന്നുള്ള സാംസ്കാരികപരമായിട്ടുള്ള ശീലങ്ങൾ, ഭാഷകൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം ആ വളരുന്ന ഒരു സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നോ ആണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ശിശു പഠിക്കുന്നത്. ശാസ്ത്രം പറയുന്നതനുസരിച്ച് മനുഷ്യരും ചിമ്പാൻസികളും വന്നിരിക്കുന്നത് ഒരു പൊതു പൂർവികനിൽ നിന്നുമാണ്. ഏകദേശം 1.5 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനത്തെ പൊതു പൂർവികൻ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഒരു ചിമ്പാൻസി കുഞ്ഞിനെ മനുഷ്യൻ്റെ ചുറ്റുപാടുകളിൽ വളർത്തുകയും മനുഷ്യൻ്റെ ചുറ്റുപാടുകളിൽ വളരുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ വളർത്തുകയും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഒരു സൈക്കോളജി ശാസ്ത്രജ്ഞൻ ആലോചിക്കാൻ തുടങ്ങി. കെല്ലോഗ് എന്നായിരുന്നു ആ ശാസ്ത്രജ്ഞൻ്റെ പേര്. ഈ കെല്ലോഗും ഭാര്യയും അവരുടെ മകനായ ഡൊണാൾഡിനൊപ്പമാണ് ഈ ചിമ്പാൻസിയെ വളർത്താൻ ഉദ്ദേശിച്ചത്. അവർ ഉദ്ദേശിച്ചതിൻ്റെ മെയിൻ കാരണം ഈ ചിമ്പാൻസിയുടെ സ്വഭാവങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഒരു ചിമ്പാൻസി കുഞ്ഞിൻ്റെ പേരാണ് ഗുവ. 1930 നവംബർ 15 ക്യൂബയിലെ അബ്രു കോളനിയിലായിരുന്നു ഗുവ എന്ന ചിമ്പാൻസി കുഞ്ഞിൻ്റെ ജനനം. അധികം വൈകാതെ തന്നെ ഗുവയെയും അമ്മയെയും ഒരു ഗവേഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. കെല്ലോഗിന് ഈ ഗുവയെ അവിടുന്നാണ് ലഭിക്കുന്നത്. ഗുവയെ കെല്ലോഗിന് ലഭിക്കുവാൻ വേറൊരു കാരണങ്ങളും ഉണ്ടായിരുന്നു. ഈ കെല്ലോഗും ഭാര്യയും മുമ്പോട്ട് വെച്ച കുറച്ച് ഐഡിയകൾ അവിടുത്തെ ശാസ്ത്രജ്ഞർക്ക് വളരെ ആകാംക്ഷയുണ്ടാക്കി. അങ്ങനെ 1930 ഗുവയുടെ വളർത്തച്ഛനായി കെല്ലോഗും വരുന്നു. അങ്ങനെ കെല്ലോഗിൻ്റെ ഭാര്യ വളർത്തമ്മയാകുന്നു. ഇവർ രണ്ടുപേരും കൂടി അവരുടെ മകനായ ഡൊണാൾഡിൻ്റെ കൂടെ ഈ ഗുവയെ വളർത്താൻ തുടങ്ങി. പരീക്ഷണത്തിന് തുടക്കം കുറിക്കുവാൻ കെല്ലോഗും ഭാര്യയും 2 മക്കളും ഫ്ലോറിഡയിലേക്ക് താമസം മാറി. വെറും ഒരു വളർത്തുമൃഗമായിട്ടല്ലായിരുന്നു അവർ അതിനെ വളർത്തുവാൻ ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ മകനോടൊപ്പം തൻ്റെ മകൻ്റെ സഹോദരിയായിട്ട് വളർത്താനായിരുന്നു അവരുടെ തീരുമാനം. മുലക്കുപ്പിയിൽ പാല് കൊടുത്ത് വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലെ വളർത്തുകയാണ് അവർ ആദ്യം ചെയ്തത്. അതിൻ്റെ റിസൾട്ടായിട്ട് അത് ഉറപ്പായിട്ടും മനുഷ്യരെ പോലെ തന്നെ പെരുമാറും എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ആദ്യം തന്നെ അവർ അതിനെ പരിശീലിപ്പിച്ചത് നിവർന്ന് നടക്കുവാനായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഗുവയും ഡൊണാൾഡും നല്ല സൗഹൃദത്തിലായി. ഗുവയുടെ കഴിവുകൾ, പഠനശക്തി, പക്വത ഇവയെല്ലാം അവർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആദ്യത്തെ ഫലങ്ങൾ അവർക്ക് വലിയ ആവേശം നൽകുന്നതായിരുന്നെങ്കിലും ഡൊണാൾഡിൻ്റെ ഒപ്പം ബുദ്ധി എത്താൻ ഗുവയ്ക്ക് സാധിച്ചിരുന്നില്ല. പക്ഷെ പേശി ഉറയ്ക്കുന്നതിൻ്റെ കാര്യങ്ങളിൽ ഡൊണാൾഡിനെ കഴിഞ്ഞ് മുമ്പിലായിരുന്നു ഗുവ. അങ്ങനെ ലളിതമായ കാര്യങ്ങൾ അവൾ ഡൊണാൾഡിനേക്കാൾ പെട്ടെന്ന് തന്നെ പഠിക്കുവാൻ തുടങ്ങി. മനുഷ്യ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ തെറ്റുകളിലൂടെ ശരി എന്താണെന്ന് പഠിപ്പിക്കാൻ ഗുവയെ ശീലിപ്പിച്ചു. സ്പൂണുകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുവാനും കുട്ടികളെപ്പോലെ കളിക്കുവാനും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കുവാനും അവർ ഗുവയെ ശീലിപ്പിച്ചു. അങ്ങനെ തങ്ങളുടെ ആദ്യ ഘട്ടം വിജയമാണെന്ന് കെല്ലോഗും ഭാര്യയും ഉറച്ചു വിശ്വസിച്ചു. ആദ്യ ദിനങ്ങളിൽ കാഴ്ചയിലുള്ള വ്യത്യാസമായിരുന്നു പ്രധാനം. ഗുവയ്ക്ക് വാ നിറയെ പല്ലുകൾ വന്ന സമയത്ത് ഡൊണാൾഡിന് വെറും 2 പല്ലുകളാണ് വന്നിരുന്നത്. അങ്ങനെ ഇരുവരുടെയും, അതായത് ഗുവയുടെയും ഡൊണാൾഡിൻ്റെയും മാനസിക നില പരിശോധിക്കാൻ കെല്ലോഗും ഭാര്യയും തയ്യാറെടുത്തു. ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്ത് 2 പേരുടെയും തലയിൽ ചെറുതായി ഒന്ന് മുട്ടി നോക്കിയായിരുന്നു പരീക്ഷണം. അതിൽ ഗുവയ്ക്ക് പ്രായം കുറവായിരുന്നെങ്കിലും എല്ലുകൾ വളരെ ശക്തി പ്രാപിച്ചതായി അവർക്ക് അറിയാൻ കഴിഞ്ഞു. അടുത്ത പരീക്ഷണം കുറച്ച് കടന്ന കൈയായിരുന്നു. അതായത് ഇരുവരുടെയും, അതായത് ഡൊണാൾഡിൻ്റെയും
ഗുവയുടെ മുമ്പിൽ വെച്ച് തോക്കുകൊണ്ട് വെടിപൊട്ടിച്ചായിരുന്നു. വെടിയൊച്ച കേട്ടപ്പോൾ ഡൊണാൾഡിനെ കഴിഞ്ഞും വേഗത്തിൽ പ്രതികരിച്ചത് ഗുവയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അവർ വീണ്ടും ഇതേ പരീക്ഷണം ചെയ്തു നോക്കിയപ്പോൾ ബലത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കണ്ടില്ല. മനുഷ്യരെ പോലെ ഒരു സമയക്രമം ജീവിതത്തിൽ കൊണ്ടുവരികയായിരുന്നു അടുത്ത പരീക്ഷണം. രാവിലെ 7 മണിക്ക് ഉണരുക, 7:30 പ്രഭാത ഭക്ഷണം കഴിക്കുക, 8:30 മുതൽ സവാരികൾ, ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ, ഉച്ചഭക്ഷണത്തിന് ശേഷം 12:15 മുതൽ 1:30 വരെയുള്ള ഒരു ഉച്ചയുറക്കം, പിന്നീട് ഒരു കുളി. അങ്ങനെ പരീക്ഷണങ്ങൾ നീണ്ടുകൊണ്ടേയിരുന്നു. വൈകിട്ട് 6:30 ഡിന്നർ, നൈറ്റ് ഡ്രസ്സ്. അങ്ങനെ മനുഷ്യരെ പോലെ തന്നെ ഡ്രസ്സ് ഇടിപ്പിച്ചും ഇവർ ഗുവയെ കിടത്തുവാൻ തുടങ്ങി. ഈ സമയക്രമത്തോടനുബന്ധിച്ചുള്ള പരീക്ഷണങ്ങളിലെല്ലാം സമയത്തെ ഗുവ ഒരുപാട് അക്സെപ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഉറക്കശീലങ്ങളെല്ലാം മനുഷ്യരുടേതുപോലെ തന്നെ. മനുഷ്യർ അവളെ കൊഞ്ചിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഡൊണാൾഡിനെ കഴിഞ്ഞും കൂടുതൽ നേരം ഗുവ ഉറങ്ങി. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഗുവയുടെ ഉറക്കം കുറഞ്ഞു വന്നു. ഇങ്ങനെയൊക്കെ വളരെ ആവേശത്തോടെ ഈ പരീക്ഷണങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് കെല്ലോഗിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം നടന്നത്. കട്ടിലിൽ കൂടുപോലെ എന്തോ ഒന്ന് കൂട്ടിവെച്ചിരിക്കുന്നു. അതായത് കാട്ടിൽ താമസിക്കുവാൻ ചിമ്പാൻസികൾ ചെയ്യുന്നത് പോലെ ഒരു കൂട് ഈ ഗുവയും നാട്ടിലെ കട്ടിലിൽ ചെയ്തിരിക്കുന്നു. ഗുവയുടെ നടപ്പിലും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. മനുഷ്യനെ പോലെ നിവർന്നു നിന്ന് നടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അടിതെറ്റി താഴെ വീഴുകയായിരുന്നു ഗുവ. സഹോദരങ്ങളെ പോലെ ആയിരുന്നു ഗുവയുടെയും ഡൊണാൾഡിന്റെയും പെരുമാറ്റം. ഡൊണാൾഡിനെ കാണുമ്പോൾ ഗുവ കൈനീട്ടും, ഡൊണാൾഡ് ഗുവയുടെ തലയിൽ തലോടും. അങ്ങനെ വൈകാതെ തന്നെ ഡൊണാൾഡ് സംസാരിച്ചു തുടങ്ങി. ഇതോടെ മാർത്ത എന്ന 3.5 വയസ്സുകാരിയെയും ഇവർ പരീക്ഷണത്തിന്റെ ഒരു ഭാഗമാണ്. അല്പം നാണത്തോടെയായിരുന്നു മാർത്തയോടുള്ള പെരുമാറ്റം. അതുപോലെ തന്നെ മുതിർന്നവരോടുള്ള പെരുമാറ്റത്തിൽ ഗുവ പേടിയും കാണിക്കാൻ തുടങ്ങി. അടുത്ത പടിയായിട്ട് പട്ടി, പൂച്ച മുതലായ മൃഗങ്ങളെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു. ഡൊണാൾഡ് എങ്ങനെയാണോ ഭയമില്ലാതെ ഈ മൃഗങ്ങളുമായിട്ട് പെരുമാറുന്നത്, അതുപോലെ തന്നെ ഗുവയും ഭയമില്ലാതെ പെരുമാറുവാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം ഒരു നായ ഗുവയെ നോക്കി കുരച്ചു. അതോടെ ഗുവ പേടിച്ചുപോയി. പിന്നെ കൂടാതെ തന്നെ പക്ഷികളെയും പേടിക്കുവാൻ തുടങ്ങി. പിന്നീട് എപ്പോഴെങ്കിലും നായയുടെയോ പക്ഷിയുടെയോ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഗുവ കുറച്ച് ഭയക്കാനും തുടങ്ങി. വഴക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഗുവ സങ്കടത്തോടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ വഴക്കു പറഞ്ഞ ആളിൻ്റെ അടുത്ത് ചെന്ന് വാത്സല്യത്തോടെ ഇരിക്കുകയും ചെയ്തു. ഒരു 18 മുതൽ 24 മാസം വരെ പ്രായമുള്ള കുട്ടിയുടെ പക്വത ഗുവ വെറും 10 മാസത്തിൽ തന്നെ ആർജിച്ചു. ഡൊണാൾഡിന് മുമ്പ് തന്നെ വാതിലുകൾ തുറക്കാൻ പഠിച്ചു. സ്വിച്ചുകൾ ഓണാക്കാനും ഓഫാക്കുവാനും ശീലിച്ചു. 13 മാസം പ്രായമുള്ളപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുവാൻ ശീലിച്ചു. പക്ഷെ ഡൊണാൾഡ് 18 മാസം പ്രായമുള്ളപ്പോഴാണ് സ്പൂണുകൾ വെച്ച് ഭക്ഷണം കഴിക്കുവാൻ പഠിച്ചത്. അടുത്ത ശ്രമമെന്ന് പറയുന്നത് ഭാഷ പഠിപ്പിക്കുവാനായിരുന്നു. കൈകൾ ചൂണ്ടി സൂചനകൾ നൽകുവാൻ ഗുവ പെട്ടെന്ന് പഠിച്ചു. പക്ഷെ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചതേയില്ല. എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതായി കെല്ലോഗിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ഇതൊക്കെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തത് ഡൊണാൾഡിനെ ആയിരുന്നു. ഗുവയെപ്പോലെ തന്നെ ഡൊണാൾഡും ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കാൻ തുടങ്ങിയത്. അവൻ്റെ അതേ പ്രായത്തിലുള്ള മറ്റുള്ള കുട്ടികൾ സംസാരിക്കുന്നത് പോലെ ഡൊണാൾഡിന് സംസാരിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിമ്പാൻസിയുമായിട്ടുള്ള ജീവിതം തന്നെയായിരുന്നു. വാക്കുകൾ പറയാൻ പഠിച്ചില്ലെങ്കിലും കേൾക്കുന്ന വാക്കുകൾ മനസ്സിലാക്കാൻ ഗുവയ്ക്ക് സാധിച്ചു. അങ്ങനെ വാക്കുകളോടുള്ള ഗുവയുടെ പ്രതികരണം ഏകദേശം 95 വാക്കുകളിലേക്ക് വികസിച്ചു. അപ്പോഴേക്കും ഡൊണാൾഡ് ആകെ മാറിയിരുന്നു. ഇത് കണ്ട് കെല്ലോഗും ഭാര്യയും വളരെ സങ്കടത്തിലായി. 9 മാസം പിന്നിട്ട മനുഷ്യ ജീവിതം ഗുവയെ വളരെ ആശയക്കുഴപ്പത്തിലാക്കി. ഒടുവിൽ വളരെ വേദനയോടെ കെല്ലോഗ് ഒരു തീരുമാനമെടുത്തു. ഗുവയെ തിരിച്ച് പരീക്ഷണശാലയിൽ തന്നെ ഏൽപ്പിക്കുക. അങ്ങനെ 1932 മാർച്ച് 28 കെല്ലോഗ് ഫാമിലി ഗുവയെ തിരികെ ഇറക്കീസിലേക്ക് തന്നെ അയച്ചു. കെല്ലോഗ് കുടുംബം തിരിച്ച് ഇന്ത്യാനയിലേക്കും മടങ്ങി. ഇന്ത്യാനയിലെത്തിയ കെല്ലോഗ് കുടുംബം ഈ ചിമ്പാൻസിയുടെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പുസ്തകം എഴുതി പ്രശസ്തിയായി. ഒരുപാട് ആൾക്കാർ വിമർശിച്ചു, ഒരുപാട് ആൾക്കാർ അനുബന്ധിച്ചു. പക്ഷെ ശാസ്ത്രലോകത്ത് ഇതൊരു വളരെ വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചു. അങ്ങനെ 1933 ഡിസംബറിൽ ഗുവ ന്യൂമോണിയ ബാധിച്ച് മരിക്കുകയും ചെയ്തു. തൻ്റെ പിതാവിൻ്റെ പരീക്ഷണങ്ങൾ ഡൊണാൾഡിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. 42-ാമത്തെ വയസ്സിൽ ഡൊണാൾഡ് ആത്മഹത്യ ചെയ്തു. അതിനും ഒരു വർഷം മുമ്പ് കെല്ലോഗും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ചു. അങ്ങനെ ഒരു ദുരന്തം പോലെ ഗുവയുടെ ജീവിതത്തിലെ മനുഷ്യരെല്ലാം അരങ്ങൊഴിഞ്ഞു.